ഇതിനിടെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് വിദ്യാർത്ഥി സംഘടനയായ SFI. സംഘപരിവാർ അനുകൂല നിലപാട് തിരുത്തിയില്ല എങ്കിൽ ഗവർണറെ സർവകലാശാല ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പ്രഖ്യാപിച്ചു. നേരത്തെ MG സർവകലാശാലയിൽ എത്തിയപ്പോഴായിരുന്നു ക്യാമ്പസിനുള്ളിലെ രാഷ്ട്രീയ പോസ്റ്ററുകൾക്കെതിരെ ഗവർണർ രംഗത്ത് വന്നത്. Some people are trying to treat the public property, university property, inside the university. There are big billboards of a particular political party. How come are you paying some fee for it to the? I have got it with me. No, pata nahi mera phone kahan? I took the photographs. How come they put their billboards of the political parties or youth wing of the political parties inside the campus? Are they paying anything to the university? No, they consider that because we are in government, it is our own property. ഈ മാസം 15-ന് MG സർവകലാശാല ആസ്ഥാനത്തെത്തിയപ്പോഴാണ് രാഷ്ട്രീയ ബോർഡുകൾക്കെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിച്ചത്. തൊട്ടുപിന്നാലെ ഗവർണർക്കെതിരെ സഭാ കവാടത്തിൽ തന്നെ SFI ബാനർ വെച്ചു. സർക്കാരിനെതിരെ ഗവർണർ തുടരാക്രമണങ്ങൾ നടത്തിയതോടെയാണ് പ്രതിരോധം തീർക്കാൻ SFI രംഗത്ത് വരുന്നത്. നിലപാട് തിരുത്തിയില്ലെങ്കിൽ ഗവർണറെ സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് SFIയുടെ പ്രഖ്യാപനം. സർവകലാശാലകൾക്കകത്തു വന്നു നിന്ന് RSSന്റെ മെഗാഫോണായി മാറി സംഘപരിവാരത്തിന്റെ നെറികെട്ട രാഷ്ട്രീയം വിദ്യാർത്ഥികളുടെ മുന്നിൽ സർവകലാശാലകളുടെ മണ്ണിൽ വിളിച്ചു പറയുന്നതിന് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഗവർണർ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അർത്ഥശങ്കൾക്ക് ഇടയില്ലാതെ യാതൊരു സംശയങ്ങൾക്കും ഇടകൊടുക്കാതെ SFI പ്രഖ്യാപിക്കും. അത്തരം വർത്തമാനങ്ങൾക്ക് കേരളത്തിലെ ഒരു സർവകലാശാലയുടെ മണ്ണിലും ഗവർണറെ ചാൻസലറെ കാലുകുത്തിക്കാൻ കേരളത്തിനകത്തെ SFI അനുവദിക്കില്ല എന്ന് പരസ്യ പ്രതിഷേധത്തിന് SFI ആഹ്വാനം ചെയ്തതോടെ സർവകലാശാലകളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ സംഘർഷ സാധ്യതയേറും. ഗവർണർ നിലപാട് തിരുത്താൻ തയ്യാറാകണം എന്നാണ് SFIയുടെ ആവശ്യം. ഇപ്പോഴത്തെ വാക്പോരുകൾ എവിടെ വരെ എത്തുമെന്നാണ് ഇനി അറിയാനുള്ളത്. G. ശ്രീജിത്ത്, News 18, കോട്ടയം.